കട്ടിയില്ല. കഞ്ഞിപ്പശ മുക്കി തേക്കണം. പണ്ട് അമ്മയാണെങ്കിൽ കഞ്ഞിപ്പശയൊക്കെ മുക്കി. അച്ഛാ ബുക്ക് കിട്ടിയാട്ടോ. ബുക്ക് കിട്ടിയാ? എവിടെ കിടന്ന്? എന്റെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടല്ലോ ബെഡിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ വാഷ് ചെയ്യാനായിട്ട് കുറച്ച് ഡ്രസ്സ് ബെഡിലുണ്ടായിരുന്നു. അതെല്ലാം കൂടി എടുത്ത് ചുരുട്ടി കൂട്ടി ആ മൂലയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് കഴുകാനായിട്ട് എടുത്ത് നോക്കിയപ്പോ അതിന്റെ കൂട്ടത്തിൽ കിടക്കുന്ന കണ്ടു. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ മോളെ? എന്തോന്നാണിത്? ബുക്ക് കിട്ടിയല്ലേ? കിട്ടി അമ്മ, കിട്ടി. ഞാൻ പറഞ്ഞില്ലേ അവിടെ എവിടെയെങ്കിലും കാണുന്നു. ഡ്രസ്സിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അത് തന്നെ. അല്ല, ഈ മേശ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ അവിടെ നിങ്ങോട്ട് പിടിച്ചിട്ട്. ഒറ്റയ്ക്കാ? എന്തോ ഒറ്റയ്ക്ക് പിടിച്ചാ വരൂലേ? എടി വയസ്സ് 50 ആയെന്നേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ നല്ല യങ്ങാണ്, മനസ്സിലായ? അതിപ്പോ പറയേണ്ട കാര്യം? നീ പറഞ്ഞെന്തിന്? നീ ചോദിച്ചെന്തിന്? ഞാൻ ചോദിച്ചൊന്നുമില്ല. പിന്നെ ചായ വേണ്ടില്ലേ? കൊണ്ടുവാ. കുടിക്കണ്ട, ഞാൻ കുടിച്ചോളാം. ജോലി കണ്ണാ കണ്ണാ ഇനി വാ. കാത്തു എവിടെടാ? അവള് ട്യൂഷൻ, അതുകൊണ്ട് എന്നെ പറഞ്ഞു വിട്ട്. എടാ കണ്ണാ, ഈ പിങ്കിയും കാത്തും കൂടി എന്തോ ഒന്ന് പ്ലാൻ ചെയ്തിരുന്നേ. എന്തായിരുന്നു അത്? അത് നമുക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. അതാ. ഏത്? പിങ്കിയുടെ എന്തോ പരിപാടി? തീറ്റ മത്സരമായിരിക്കും. അവളല്ലേ പ്ലാൻ ചെയ്തേ? തീറ്റ മത്സരമായിരിക്കും. വന്ന് ചാടി ചാടി. ഇവിടെ കണ്ണ കറുത്തവിടെ. അവള് ട്യൂഷൻ. ട്യൂഷൻ അവള് പറഞ്ഞായിരുന്നു. മക്കളെ, റിങ്കി നിങ്ങളെ ഇനി മുതൽ ബുക്കൊക്കെ സൂക്ഷിക്കണം കേട്ടാ. സ്കൂളും കോളേജും ഒക്കെ തുറക്കല്ലേ. അപ്പോഴേ പഠനത്തിലൊക്കെ ശ്രദ്ധിക്കും കേട്ടാ. ഞാനും കാർത്തുക ബുക്ക് സൂക്ഷിച്ചു വയ്ക്കും. എന്തോ ഇങ്ങനെ നീ ബുക്ക് സൂക്ഷിച്ചു വെക്കുമെന്ന്? എടാ നിന്റെ ബുക്ക് കണ്ട ഒരുമാതിരി ചവിട്ടി ഇട്ടങ്ങനെ പേപ്പർ കണക്കല്ലേടാ. പറയാനാണ് ഭയങ്കര പഠിപ്പിച്ചാണല്ലേ. ഞാൻ പഠിപ്പിച്ചൊക്കെ തന്നെ. എന്തായാലും ഇവനെക്കാട്ടെ നന്നായിട്ട് ഞാൻ പഠിക്കും. എടാ നിന്റെ EVSന്റെ മാർക്ക് ഉണ്ടല്ലോ 14 25-ന്, മലയാളത്തിന് 14. നിനക്ക് 14-ന് മുകളിലോട്ട് ഏതെങ്കിലും മാർക്ക് കിട്ടിയിട്ടുണ്ടോ കണ്ണാ? ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആണ്. ഒരു ക്ലാസ്സിൽ എല്ലാവർക്കും പ്രശ്നം മേടിക്കണമെന്നൊന്നുമില്ലല്ലോ. അങ്ങനെ പറ്റുന്നില്ല. എന്തിനടി വെറുതെ ചെറുത് വന്നാലും നീ അടി ഉണ്ടാക്കും. ഇപ്പൊ ഇവന്റെ അടുത്ത് അടി ഉണ്ടാക്കുന്ന നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഫ്ലോയിൽ അങ്ങ് വരും. നീ കൂടുതലൊന്നും പറയണ്ട. നീ സ്കൂൾ ഉറക്കാറിയോ? വല്ലതും പോയിരുന്ന് പഠിക്കാൻ നോക്കപ്പോ. ഇപ്പൊ വന്ന് എന്നെ വേണം അടിക്കാൻ. വീട്ടിലിരുന്നാ മതിയായിരുന്നു. പോടാ. എടാ പിന്നെ വേറൊരു കാര്യം പോണേന് മുമ്പേ കാർച്ചന്റെ അടുത്ത് ഞാൻ മറ്റേ ഞായറാഴ്ചത്തെ കാര്യം പറഞ്ഞില്ലേ, അതിനൊരു മാറ്റമില്ലെന്ന് പറഞ്ഞേക്ക്. ഓക്കെ. അവളെ ഞാൻ അന്വേഷണം കൂടെ പറഞ്ഞേ കേട്ടോ. അപ്പൊ അങ്ങളിക്ക് എവിടുന്ന് നിങ്ങളെ ആന്റി പോണെങ്കി പോരാ. ഇവിടെ കിടന്ന് ഡ്രാമ കാണിക്കാതെ പോയിട്ട് വാടാ. അമ്മ കണ്ടല്ലോ, അടി ഉണ്ടാക്കിയിട്ട് അവസാനം ഒന്നാവും. ആ ചെറുത് വരുമ്പോഴും ഇത് തന്നെയാണ് ഇവിടെ സ്വഭാവം. ഇങ്ങനെ പോയാൽ ഏതെങ്കിലും ഒരുത്തരെ ഞാൻ അടിച്ച് നോക്കൗട്ട് ആവും. ആരെങ്കിലും വീട്ടിലുള്ളവരെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കൈ ഞാൻ അടിച്ചു കൊടുക്കും കേട്ടല്ലോ. അമ്മ രാവിലെ തൊട്ടമ്മ എന്റെ അടുത്താണല്ലോ വെക്കിട്ട് പറഞ്ഞേ. ഒന്ന് നിർത്ത് മണി. ആ കണ്ണനുണ്ടല്ലോ എത്ര നല്ല പയ്യനാണെന്നറിയാമോ? ഞാൻ നിങ്ങളുടെ അടുത്ത് അവസാനമായിട്ട് പറയാണ്, ഇനിയെങ്കിലും ബുക്സ് ഒക്കെ ഒന്ന് സൂക്ഷിക്ക്. എല്ലാ ആഴ്ച ഇങ്ങനെ ഓരോന്ന് വാങ്ങിച്ചു തരാൻ ഇല്ല. പേന, ബുക്ക് എല്ലാം പഠിക്കുന്ന കുട്ടികളല്ലേ, സൂക്ഷിച്ചൂടെ? ഇവളല്ലേ വലിച്ചുവാരി എറിയുന്നേ. മക്കളെ ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങളുടെയൊക്കെ കൊച്ചിലുണ്ടല്ലോ വീട്ടിൽ നിന്ന് ആരും ഇങ്ങനെയൊന്നും പറയൂലായിരുന്നു. പഠിക്കുന്ന അല്ലെങ്കിൽ ബുക്ക് സൂക്ഷിക്കുക. അതൊക്കെ നമ്മുടെ സ്വന്തം ആവശ്യമായിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാം ചെയ്യുമായിരുന്നു. അതനുസരിച്ച് ചെയ്യണം കേട്ടോ നിങ്ങൾ. അത് തന്നെ. നിങ്ങൾക്ക് അറിയുമ്പോ പണ്ടേ ഞാൻ SSLCക്ക് പഠിക്കുമ്പം പരീക്ഷയുടെ തലേ ദിവസം മണ്ണെണ്ണ തീർന്നുപോയി. പിന്നെ സ്ട്രീറ്റ് ലൈറ്റിൽ നിന്ന് പഠിക്കാന്ന് വെച്ചാൽ അന്ന് കറണ്ടും ഇല്ലായിരുന്നു. പിന്നെ അമ്മ അടുത്ത വീട്ടിൽ ചെന്ന് മണ്ണെണ്ണ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു. അവരെവിടെ? കടം വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നപ്പോ അവരും പോയി. അവര് പോയെങ്കിൽ പിന്നെ നീ നിന്നിരിക്കുന്നത് നിനക്കും പോയിക്കൂടെ? ഞാനും പോണു.